ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നെല്ലിശ്ശേരി നർച്ചൻ ഇറങ്ങിപ്പോയത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാ. ആ കുഞ്ഞിന്റെ മുഖം കാണാനും അതിനെ ലാളിക്കാനും അതിനെ വളർത്താനുള്ള അവസരം എന്റെ അർച്ചനയ്ക്ക് കൊടുക്കണേ. രണ്ടുപേരെ എനിക്ക് വേണം, ചതിക്കരുത്. ശരി മേഡം, വേഗം. മോളെ, അച്ഛനൊക്കെ എങ്ങനെയുണ്ട്? കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഒന്നും പറയാനായിട്ടില്ല. ഞങ്ങള് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അച്ഛമോള്, എന്റെ ഈശ്വര, എന്തൊരു വിധിയ. എന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോന്നു. നിന്റെ അച്ഛൻ കാത്തിരിക്കുന്നത് നിന്നെ കാണാനാണ്. സങ്കടങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞാൽ മതി. ഇനി മുന്നോട്ട് പോകേണ്ട വഴിയും അച്ഛൻ തന്നെ പറഞ്ഞു തരും. എന്നാ നിങ്ങളും കൂടി വാ. അത് വേണ്ട. നിങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയിൽ വേറെ ആരും വേണ്ട. ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. ഭഗവാനെ, അർച്ചനയുടെയും കുഞ്ഞിന്റെയും ജീവന് ഒരാപത്തും വരുത്തരുത്. ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നവൾ അർച്ചന. എന്നും ഭഗവാന് മുൻപിൽ വിളക്ക് കൊളുത്തിരുന്നവൾ അർച്ചന. ഈ പരീക്ഷണത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. അമ്മയും കുഞ്ഞിനെയും ഞങ്ങൾക്ക് തിരിച്ചു തരണം. നമ്മുടെ കുഞ്ഞിന് ഒന്നും വരരുത്. ഞാൻ മരിച്ചാലും നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ വേണം.
ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ കുഞ്ഞിനെ വേണമെന്ന് പറയണേ. ഒരുപക്ഷെ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ നിയോഗം മാത്രമേ എനിക്കുണ്ടാവൂ. അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരു അപകടം പറ്റാതെ തിരിച്ചു തരണേ. ഈ കുഞ്ഞിന് വേണ്ടിയാ അർച്ചന ഈ ത്യാഗമെല്ലാം സഹിച്ചത്, പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത്. ഇനി അവളെ പരീക്ഷിക്കരുത്. നെല്ലിശ്ശേരി അർച്ചന ഇറങ്ങിപ്പോയത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാ. ആ കുഞ്ഞിന്റെ മുഖം കാണാനും അതിനെ ലാളിക്കാനും അതിനെ വളർത്താനുള്ള അവസരം എന്റെ അർച്ചനയ്ക്ക് കൊടുക്കണേ. രണ്ടുപേരെ എനിക്ക് വേണം, ചതിക്കരുത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ. എന്താ അവന്തിക മോളുടെ ഇനിയുള്ള പരിപാടി? എനിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് നാട്ടുകാരിലുള്ള വിശ്വാസം പോലും എൻ്റെ അടുത്തില്ല. ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സുഖവും സന്തോഷവും തരുന്ന ഒരു ഏർപ്പാടാണെന്ന ഇവരുടെ വിചാരം. ഈ കോൺട്രാക്ട് നമുക്ക് ആർക്ക് കിട്ടിയാലും ഒരുമിച്ച് നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. മുമ്പത്തെ പോലെ നല്ലൊരു ശതമാനം ഷെയർ നിനക്ക് ഞാൻ തരികയും ചെയ്യാം. എല്ലാം മുന്നത്തെ പോലെ തന്നെ മതി. നീ തരുന്ന എന്തോ അതാണ് എന്റെ ലാഭവിഹിതം. മിസ്റ്റർ വിജയചന്ദ്രൻ, നിങ്ങൾ കാണിച്ചത് വളരെ മോശമായ പ്രവൃത്തിയാണ്. ലേലം തടസ്സപ്പെടുത്തിയതിനും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായി എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിച്ചതിനും നിയമപരമായ നടപടി എനിക്ക് നിങ്ങൾക്കെതിരെ എടുത്തേ പറ്റൂ. ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന ഒരു ലേലത്തിലും പങ്കെടുക്കുകയോ മറ്റേതെങ്കിലും ലൈസൻസ് ഉടമകളുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനോ പാടില്ല.